ചാമ്പ്യൻസ് ലീഗിൽ പീരങ്കിപ്പടയ്ക്ക് കണ്ണീർ മടക്കം. ഫൈനലിൽ PSG-യോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ആഴ്സണൽ പരാജയപ്പെട്ടത് 4-3. തോൽവിയോടെ യൂറോപ്യൻ ചാമ്പ്യന്മാരാകാമെന്നുള്ള ആഴ്സണലിന്റെ മോഹം പൊലിഞ്ഞു. ഇത് രണ്ടാം തവണയാണ് ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പരാജയപ്പെടുന്നത്. 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെത്തിയ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആഴ്സണലിന് കണ്ണീർ മടക്കം. പ്രീമിയർ ലീഗ് കിരീടത്തിന് പിന്നാലെ കന്നി ചാമ്പ്യൻസ് ലീഗ് കിരീടവും നേടാമെന്ന ആഴ്സണലിന്റെ സ്വപ്നമാണ് ഫൈനലിൽ പൊലിഞ്ഞത്. ഹംഗറിയിലെ പുഷ്കാസ് അരീനയിൽ നടന്ന കടുത്ത പോരാട്ടത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഫ്രഞ്ച് ചാമ്പ്യന്മാരായ PSG ആഴ്സണലിനെ വീഴ്ത്തിയത്. ഇരു ടീമുകളും നിശ്ചിത സമയത്തും അധിക സമയത്തും 1-1 സമനില പാലിച്ചതോടെയാണ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ആഴ്സണലിനായി അവസാന കിക്കെടുത്ത ഗബ്രിയേൽ മഗൽഹീസിന് പിഴച്ചതോടെയാണ് 4-3 PSG കപ്പുയർത്തിയത്. ഇതോടെ റയൽ മാഡ്രിഡിന് ശേഷം തുടർച്ചയായി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്ന ടീമായി PSG മാറി. ഗണ്ണേഴ്സ് അഥവാ പീരങ്കിപ്പട എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് ക്ലബ്ബായ ആഴ്സണലിന് ഏകദേശം 140 വർഷത്തിനടുത്ത് ഫുട്ബോൾ ചരിത്രം പറയാനുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 14 തവണ കപ്പുയർത്തുകയും 12 തവണ റണ്ണേഴ്സ് അപ്പ് ആവുകയും ചെയ്ത ആഴ്സണലിന് പക്ഷേ ഇതുവരെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി യൂറോപ്യൻ ചാമ്പ്യന്മാരാകാൻ സാധിച്ചിട്ടില്ല. ഇതാദ്യമായല്ല ആഴ്സണലിന് ചാമ്പ്യൻസ് ലീഗ് കിരീടം കപ്പിനും ചുണ്ടിനുമിടയ്ക്ക് നഷ്ടപ്പെടുന്നത്. 2006-ലാണ് അവർ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെത്തിയത്. അന്ന് പക്ഷേ ബാഴ്സലോണയോട് 2-1 തോൽവി വഴങ്ങാനായിരുന്നു വിധി. അന്ന് അവർ തോറ്റത് ഫ്രഞ്ച് മണ്ണിൽ വെച്ചായിരുന്നുവെങ്കിൽ ഇന്ന് ഫ്രാൻസിൽ നിന്ന് വന്ന ടീമിനോട് തോൽവി വഴങ്ങിയത് മറ്റൊരു കൗതുകമായി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 2003-2004 സീസണിൽ കപ്പുയർത്തിയ ശേഷം 22 വർഷങ്ങൾക്ക് ശേഷം 2025-26 സീസണിലാണ് ആഴ്സണലിനെ വീണ്ടും കപ്പുയർത്താൻ സാധിച്ചത്. ഇതിനിടെ 4 തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫൈനലിലെത്തിയെങ്കിലും കിരീട നേട്ടത്തിലേക്കെത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ഓരോ സീസണിലും പ്രതീക്ഷകളുടെ കോട്ട കെട്ടി ഒടുവിൽ നിരാശയോടെ മടങ്ങിയ വർഷങ്ങളാണ് ഇത്തവണത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടത്തോടെ ആഴ്സണൽ അവസാനിപ്പിച്ചത്. ഈ നേട്ടം ചാമ്പ്യൻസ് ലീഗിലും ആവർത്തിക്കാമെന്നുള്ള പ്രതീക്ഷയോടെയാണ് മിന്നും ഫോമിലുള്ള ഗണ്ണേഴ്സ് PSG-ക്കെതിരെ ഇറങ്ങിയത്. ഈ പ്രതീക്ഷകളാണ് തോൽവിയോടെ അവസാനിച്ചത്. പെനാൽറ്റി ഷൂട്ടൌട്ടിലെ തോൽവി ടീമിനും ആരാധകർക്കും ഒരുപോലെ വേദനയായി. തോൽവിയോടെ യൂറോപ്യൻ ചാമ്പ്യൻ പട്ടത്തിനായി ആഴ്സണൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.